മഹാനരായ അബൂ ജാഫർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകാര് സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ സ്വപ്നത്തിൽ കൂട്ടുകാർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അങ്ങനെ ചോദിച്ചപ്പോൾ മഹാനരായ ജാഫർ റളിയല്ലാഹു അൻഹു മനാമിൽ പറഞ്ഞു അത്രേ, എന്നെ അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്ത് ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന്. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനരായ ജാഫർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറഞ്ഞു, മലക്കുകൾ എൻ്റെ പാപങ്ങളും ഞാൻ ചൊല്ലിയ സ്വലാത്തുകളും എണ്ണി നോക്കി. കൂടുതൽ സ്വലാത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഹിസാബില്ലാതെ വിചാരണ ചെയ്യാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ റബീഉൽ അവ്വലിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മദ്ഹുകൾ പാടിയും ചൊല്ലിയും സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നമുക്ക് റബീഉൽ അവ്വലിലേക്ക് പ്രവേശിപ്പിക്കണം. അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു 100 തവണയെങ്കിലും എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലുന്ന ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബത്ത് വെക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.